എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് തനുജ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ഇസ് സയന്റിഫിക്കലി കറക്റ്റ്ലി നെയിംഡ്, correctly printed according to the international rules of nomenclature and correctly described. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യനകത്ത് കറക്റ്റായിട്ട് സയന്റിഫിക് നെയിം, നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ പഠിക്കുന്ന സമയത്ത് ഒരുപാട് റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ റൂൾസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏതാണ് കറക്റ്റായിട്ട് നെയിം ചെയ്തിട്ടുള്ളത്, ആൻഡ് നെയിമിംഗ് മാത്രമല്ല അതിനുശേഷം കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്. അതായത് സ്പേസ് വിടണമെങ്കിൽ സ്പേസ് വിടുക, ഇറ്റാലിക്സിലാക്കണമെങ്കിൽ ഇറ്റാലിക്സിലാക്കുക, അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്, അതേപോലെ തന്നെ കറക്റ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതാണെന്നും കൂടിയാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഇതൊക്കെ നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫെലിസ് ടൈഗ്രസ് എന്നാണ് സയന്റിഫിക് നെയിം തന്നിട്ടുള്ളത്. ദി ഇന്ത്യൻ ടൈഗർ വെൽ പ്രൊട്ടക്റ്റഡ് ഇൻ ഗിർ ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുള്ളത്. ഇതിൽ സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടൈഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെലിസ് ടൈഗ്രസ് തന്നെയാണ്. ഓക്കെ, അത് ഗിർ ഫോറസ്റ്റിൽ പ്രൊട്ടക്റ്റഡും ആണ്. സോ ഇത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ഇത് കുത്തുന്ന ആൾക്ക് എന്ത് സംഭവിക്കും, ഇത് മാർക്ക് ചെയ്യുന്ന ആൾക്ക് എന്ത് സംഭവിക്കും, അയാളുടെ മാർക്ക് അവിടെ പോവും, നെഗറ്റീവ് വീഴുന്നുള്ളതാണ്. കാരണം എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഫെലിസും ടൈഗ്രസും കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണ്ടേ. എടാ, ഫെലിസ് എന്ന് പറയുമ്പം ജീനസ് നെയിമും ടൈഗ്രസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് എപ്പിത്തറ്റും അല്ലേ. അപ്പം രണ്ടിൻ്റെ ഇടയിൽ സ്പേസ് വിടണം എന്നുള്ളത് മസ്റ്റ് അല്ലേ. അതേപോലെ തന്നെ ഇത് പ്രിന്റഡ് ആണെങ്കിൽ ഇത് ഇറ്റാലിക്സിലായിരിക്കണ്ടേ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നും ഇറ്റാലിക്സിലല്ല. സോ ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്തേക്ക് ഇതെല്ലാം ഇറ്റാലിക്സിലാണ് എന്ന്. ഓക്കെ, അത് പ്രിന്റിങ് എററാണ്, എല്ലാം ഇറ്റാലിക്സിലാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട കേട്ടോ. പക്ഷേ ഇവിടെ അടുത്ത പ്രശ്നം എന്താണ്, ഈ ഫെലിസും ടൈഗ്രസും തമ്മിൽ എന്തില്ല, സ്പേസ് ഇല്ല. അങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണോ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ പഠിച്ചത്? അല്ലല്ലോ. സോ അതുകൊണ്ട് ഇത് എന്താണ്, ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. സോ അത് മാർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദിസ് ഇസ് റോങ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് എന്നാണ്, അല്ലെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ഇസ് സയന്റിഫിക്കലി കറക്റ്റ്ലി നെയിംഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഈ കോളായി അല്ലെങ്കിൽ എഷ്രീഷ്യ കോളായി. ഓക്കെ, ഈ കോളായി തന്നിട്ടുണ്ട്. ഫുൾ നെയിം എൻറ്റമീബ കോളായി എന്നാണ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞത്. എൻറ്റമീബ കോളായി ആണോ അല്ല, ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് ഈ കോളായിൻ്റെ ഫുൾ ഫോം. ഏത് ബാക്ടീരിയനെ പറ്റി അറിയില്ലെങ്കിലും നമ്മൾ ആദ്യം അറിയുന്ന ബാക്ടീരിയയാണ് ഏതെന്ന് പറയുന്നത് ഈ കോളായി അല്ല, നമ്മുടെ വയറിനകത്തുണ്ടെന്നൊക്കെ പറയുന്ന ഈ കോളായി. നമ്മളെല്ലാവരും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ബാക്ടീരിയയാണ് ഈ കോളായി എന്ന് പറയുന്നത്. ഒരിക്കലും അതിൻ്റെ ഫുൾ ഫോം എന്തല്ല, എൻറ്റമീബ കോളായി എന്നല്ല, പകരം എന്താണ്, എഷ്രീഷ്യ കോളായി എന്നാണ്. എൻറ്റമീബ നിങ്ങൾ എവിടെയാണ് കേട്ടത്? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹ്യൂമൻ ഹെൽത്ത് ഒക്കെ ആ ചാപ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത്, അതിൽ നിങ്ങൾക്ക് പാത്തജൻസിനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എൻറ്റമീബ കോളായി ആണോ? അല്ല. സോ നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്യാണ്. നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവാണ്. മസ്ക ഡൊമസ്റ്റിക്ക നോക്കുവാണെങ്കിൽ കറക്റ്റ്ലി പ്രിന്റഡ് ആണ്, സ്പേസ് ഉണ്ട്, ജീനസ് നെയിം ക്യാപിറ്റൽ ആണ്, സ്പീഷീസ് നെയിമിലേക്ക് വരുമ്പോൾ സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്പീഷീസ് എപ്പിത്തറ്റിലേക്ക് വരുമ്പോൾ സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ ശരിയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാലോ. എന്താ ഡിസ്ക്രിപ്ഷൻ? ദ കോമൺ ഹൗസ് ലിസാർഡ് റെപ്റ്റൈൽ എന്നാണ് പറഞ്ഞത്. എടാ, മസ്ക ഡൊമസ്റ്റിക്ക എന്താ, ഹൗസ് ലിസാർഡ് ആണോ? ഏത് കുഞ്ഞിനും വീണ്ടും അറിയാവുന്ന കാര്യമാണ്. മസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈൻ്റെ പേരാണ്. എന്താണ്, ഒരിക്കലും അത് ഹൗസ് ലിസാർഡ് അല്ല, പകരം എന്താണ്, ഹൗസ് ഫ്ലൈ ആണ്. നമ്മുടെ ഹൗസ് ഫ്ലൈ അല്ലേ, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മേലെയൊക്കെ വന്നിരിക്കുന്ന കുഞ്ഞു ഈച്ചയല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടെ വലുതായിട്ട് നമ്മൾ ഈ ഈച്ച സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഈച്ച ഉണ്ടല്ലോ, അവനാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത്. സോ ഹൗസ് ലിസാർഡ് അല്ല, ഹൗസ് ഫ്ലൈ ആണ്, റെപ്റ്റൈലും അല്ല വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എന്തായി, എലിമിനേറ്റ് ആയി. പിന്നെ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ അതായിരിക്കും. നമുക്ക് എന്താണെന്നും കൂടെ നോക്കിയേക്കാം. പ്ലാസ്മോഡിയം ഫാൽസിപാരം പ്രോട്ടോസോവൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിലും പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണെങ്കിലും എല്ലാം എന്തുണ്ടാക്കുന്ന പാത്തജൻസ് ആടാ. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് മലേറിയ ഉണ്ടാക്കുന്ന പാത്തജൻസ് അല്ലേ. നമ്മൾ വീണ്ടും ഹ്യൂമൻ ഹെൽത്തിൽ പഠിച്ച സാധനമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും പ്ലാസ്മോഡിയാണ് മലേറിയ ഉണ്ടാക്കുന്നതെന്ന് എന്താ പറയുക, ചെറിയ മക്കൾക്ക് വരെ അറിയാം. കൊതുവല്ല മലേറിയ ഉണ്ടാക്കുന്നത്. മലേറിയ കോസേറ്റീവ് ഓർഗാനിസം എന്താണ്, പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയത്തിൻ്റെ വേരിയസ് സ്പീഷീസ് അല്ലേ, ലൈക്ക് വൈവാക്സ് ഉണ്ട്, ഫാൽസിപാരം ഉണ്ട്. അതിൽ ഫാൽസിപാരാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും ഫേറ്റൽ ആയിട്ടുള്ള മലേറിയൻ്റെ വേർഷൻ അല്ലെ, വളരെ ഭയാനകമായ ആ വേർഷൻ ഉണ്ടാക്കുന്നത് ആരാണ്, പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നെയിംഡ് ആണ്, സ്പേസ് ഉണ്ട്, ജീനസ് നെയിം ക്യാപിറ്റൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്പീഷീസ് എപ്പിത്തറ്റ് സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇറ്റാലിക്സിലാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. പ്രോട്ടോസോവൻ ഡിസീസ് ആണ് മലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടിയ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ.
ഇൻ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആരെ പേര് ഓടി വരണം? വിറ്റക്കർ സാർ അല്ലേ? നമ്മൾ ആളസ് വിറ്റക്കറിന്റെ പേര് എന്ത് ചെയ്യണം? ഓടി വരണം കേട്ടോ. ഇൻ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ക്ലാമിഡോമോണസ് ആൻഡ് ക്ലോറല്ല ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ. എടാ ഇതുണ്ടല്ലോ, ഓവറായിട്ട് പഠിച്ച ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റും. പക്ഷെ സിമ്പിൾ ആയിട്ട് 1-2 ചാപ്റ്റർ പഠിച്ചവർക്ക് ചിലപ്പോൾ ഈ ആൻസർ എന്ത് ചെയ്യും? കിട്ടും എന്നുള്ളതാണ്. അതിപ്പം ലിവിംഗ് വേൾഡും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും മാത്രം പഠിച്ചു പോയ ഒരാളാണെങ്കിൽ, അല്ലെ സിംപ്ലി ആണെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഒന്നും വേണ്ട, +1 സംഭവങ്ങൾ മാത്രം പഠിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സംഭവം കിട്ടും. പക്ഷെ പ്ലാൻ കിങ്ഡം ഒക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത്, പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെ, പ്ലാൻ്റെ ഒക്കെ നമ്മൾ ആ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്, +1 തന്നെയുള്ള ചാപ്റ്റർ അത് പഠിക്കുന്ന സമയത്ത് അതിൽ ആൽഗെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ആൾക്കാരാണ് ഈ ക്ലാമിഡോമോണസും ക്ലോറല്ലയും. ഇവർ രണ്ടുപേരും ടെക്നിക്കലി ഗ്രീൻ ആൽഗെ ആണ്. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ ക്ലാമിഡോമോണസും ക്ലോറല്ലയും എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രീൻ ആൽഗെ. ഓക്കെ, രണ്ടും ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ ചോദ്യം എന്താ? ചോദ്യത്തിനുള്ള ഉത്തരമല്ലേ നമ്മൾ കൊടുക്കണ്ടേ? ഇവിടെ ചോദ്യം എന്താ? ഇൻ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് വൃത്തിക്ക് ചോദിച്ചിട്ടുണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എവിടെയാണ് ആൽഗെ? മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയെ. ഇതല്ലേ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആർച്ച് വിറ്റക്കർ പറഞ്ഞിട്ടുള്ളത്? അവിടെ ആൽഗെ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ആൽഗെ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അത് നമുക്കറിയാം ക്ലാമിഡോമോണസും ക്ലോറല്ല ആൽഗെ ആണ്, വി നോ ദിസ്. ഓക്കെ, പക്ഷേ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് നമ്മൾ ആദ്യം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് വായിക്കണം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏതിലാണെന്നാ ചോദിച്ചത്? ഏതിലാ വരിക? എടാ പ്രൊട്ടിസ്റ്റയിലാണ് കേട്ടോ വരിക. കാരണം ഇതെന്താണ്? യൂണിസെല്ലുലാറും ആണ്, അതേപോലെ തന്നെ യൂകാരിയോട്ടിക്കും ആണ്. അതുകൊണ്ട് പ്രോട്ടിസ്റ്റയിലാണ് വരിക, പ്ലാന്റയിലും അല്ല, അതേപോലെ തന്നെ മൊണീറയിലും അല്ല വരിക. ഓക്കെ, പ്രോട്ടിസ്റ്റയിലാണ് ക്ലാമിഡോമോണസ് ആയാലും ക്ലോറല്ല ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നതെന്ന് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ആൻസറിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 3rd ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് റെസ്പെക്ട് ടു ദെയർ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ. അതായത് ഈ പറഞ്ഞ പോലെ ഇൻസെക്റ്റ, അതേപോലെ എക്കിനോഡോമേറ്റ, പിസസ് അല്ലെങ്കിൽ പൈസസ്, പിന്നെ ഇൻസെക്റ്റ്, അങ്ങനത്തെ ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഫൈലം പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഫൈലം, ക്ലാസ്, ഓർഡർ. നിങ്ങൾ പഠിച്ചതല്ലേ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ആ ഒരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അതൊക്കെയാണ് എന്ത്? ടാക്സോണമിക് ഹൈറാർക്കി അല്ലെങ്കിൽ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്. ഇവരെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ തന്നെയാണോ, അല്ലെങ്കിൽ ഇവരെ കറക്റ്റ് ആയിട്ടുള്ള ടാക്സോണമിക് ഗ്രൂപ്പിലാണോ വന്ന് പെട്ടതെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. നമുക്ക് നോക്കാം കേട്ടോ. ഓപ്ഷൻ എ ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗസ് ഫ്ലൈ, ബട്ടർഫ്ലൈ. ഈ സംഭവം ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താടാ? നിങ്ങൾ ഇതിനെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ചേച്ചെ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നവരുണ്ട്, ചേച്ചെ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നവരുണ്ട്. എനിവേസ്, ഹൗസ് ഫ്ലൈ, ബട്ടർഫ്ലൈ, ചേച്ചെ ഫ്ലൈ, സിൽവർ ഫിഷ്. ഓക്കെ, ഇത് 4ഉം ഇൻസെക്റ്റയിലാണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഓപ്ഷൻ നമ്മൾ എന്തായാലും എന്ത് ചെയ്യത്തില്ല? കൺസിഡർ ചെയ്യത്തില്ല. കാരണം എന്താ? ഇവിടെ ഫിഷ് വന്നിട്ടുണ്ട്. ഫിഷ് എന്താണ്? പിസസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? നമ്മളത് എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ? നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പറയാം, എല്ലാ ഓപ്ഷനും നോക്കിയിട്ട് ഞാൻ പറയാം. ഓപ്ഷൻ ബി എന്താണ്? സ്പൈനി ആൻറ്റീറ്റർ ഉണ്ട്, സീ ഓർച്ചിൻ ഉണ്ട്, സീ ക്യൂക്കംബർ ഉണ്ട്, എക്കൈനോഡോമേറ്റ ആണ് തന്നിരിക്കുന്ന ക്ലാസ്. 3ാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് ഫിഷ്, കട്ടിൽ ഫിഷ്, സിൽവർ ഫിഷ്, പിസസ് ഉണ്ട്. അതേപോലെ തന്നെ ഡി നോക്കുകയാണെങ്കിൽ സെന്റിപീഡ്, മില്ലിപീഡ്, സ്പൈഡർ, സ്കോർപ്പിയൻ, ഇൻസെക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടെക്നിക്കലി ഒരു നോർമൽ ഇപ്പോൾ കറക്കി കുത്തുന്ന ഒരു കൊച്ചാണെങ്കിൽ ആ കറക്കി കുത്തുന്ന കൊച്ച് എന്ത് ചെയ്യും? ഇതെന്തായാലും 100% അല്ലാന്ന് എലിമിനേറ്റ് ചെയ്യും. കാരണം അതിൽ എന്തുണ്ട്? സിൽവർ ഫിഷ് വന്നിട്ടുണ്ട്, ഫിഷ് പീസസ് ആണ്. സോ അതല്ലാന്ന് എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഈ സ്പൈനി ആൻറ്റീറ്റർ, സീ ഓർച്ചിൻ, സീ ക്യൂക്കംബർ, ഇത് ചിലപ്പം എന്താ പറയുക, മാർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷനാണ്. കാരണം ഈ പറഞ്ഞ സീ ഓർച്ചിനും സീ ക്യൂക്കംബറും ഒക്കെ എക്കൈനോഡോമേറ്റയിൽ വരുന്നതാണ്. സോ അതുകൊണ്ട് ഒബ്വിയസ്ലി അതും എക്കൈനോഡോമേറ്റ ആണെന്ന് വിചാരിച്ച് കുത്താൻ സാധ്യതയുണ്ട്. ഏറ്റവും കുത്താൻ സാധ്യത ഓപ്ഷൻ സി ആണ്. കാരണം ഫ്ലൈയിങ് ഫിഷും കട്ടിൽ ഫിഷും സിൽവർ ഫിഷും എല്ലാം ഫിഷാണ്. സോ അതുകൊണ്ട് പിസസ് എന്ന് പറഞ്ഞാൽ ഫിഷിന്റെ ഗ്രൂപ്പാണ്. അപ്പോൾ അതിനോട് എന്ത് ചെയ്യാം? അത് കുത്താം എന്ന് കരുതി കുത്താൻ വളരെ സാധ്യത കൂടുതലാണ് സി എന്ന് പറയുന്നത്. ഡിയും കുത്താൻ ഈക്വലി ചാൻസ് ഉണ്ട്. സെന്റിപീഡ്, മില്ലിപീഡ്, സ്പൈഡർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻസെക്റ്റിന്റെ വൈബില്ലേ? അപ്പോൾ ഇൻസെക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് അത് കുത്തും. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളല്ല ഏതോ ഒരു കൊച്ച് എലിമിനേറ്റ് ചെയ്ത് വെച്ച ആ എ ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എ ഓപ്ഷൻ ആൻസർ ആവാൻ കാരണം? എന്തുകൊണ്ടാണ് എ ഓപ്ഷൻ ആൻസർ ആയത്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സിൽവർ ഫിഷ് ആണെങ്കിലും ചേച്ചെ ഫ്ലൈ ആണെങ്കിലും ബട്ടർഫ്ലൈ ആണെങ്കിലും ഹൗസ് ഫ്ലൈ ആണെങ്കിലും എല്ലാവരും ഇൻസെക്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, സിൽവർ ഫിഷ് എന്ന് പറയുന്നത് ഈവൻ ദോ നമ്മളതിനെ ഫിഷ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും, അതായത് നമ്മളെ കുറേ എന്താ പറയുക
പറ്റിക്കാൻ വേണ്ടി റെഡി ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ല, നമ്മൾ ആനിമൽ കിങ്ഡം പഠിക്കുമ്പോഴാണെങ്കിലും ലിവിങ് വേൾഡ് പഠിക്കുമ്പോഴാണെങ്കിലും കുറേ സാധനം നമുക്ക് തോന്നും മൊലസ്കേലാണ്, അല്ലെങ്കിൽ എന്താ പറയുക എക്കാനോഡോമേറ്റലാണ്, അല്ലെങ്കിൽ ഒരു ബിസസ് ആയിരിക്കും നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലും എന്തായിരിക്കത്തില്ല, അവരതായിരിക്കത്തില്ല. സോ അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങളില്ലേ, അതിലൊന്നാണ് സിൽവർ ഫിഷ് എന്ന് പറയുന്നത്. അത് ഫിഷ് അല്ല, അതെന്താണ്, ഒരു ഇൻസെക്റ്റ് ആണ്. അതേപോലെ ഇവിടെ ബിയിൽ നോക്കുകയാണെങ്കിൽ സ്പൈനി ആൻഡ് ഈറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്കൈനോഡോമാറ്റയിൽ പെടുന്ന ആളല്ല, അതൊരു മാമലാണ്. സ്പൈനി ആൻഡ് ഈറ്റർ ഒരു മാമലാണ്. ഇപ്പൊ ഫ്ലൈയിങ് ഫിഷ്, കട്ടിൽ ഫിഷ്, സിൽവർ ഫിഷ് നോക്കുകയാണെങ്കിൽ എന്തായാലും എലിമിനേറ്റ് ആയി. കാരണം സിൽവർ ഫിഷ് എന്താണ്, ഇൻസെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒന്നും കൂടെ നോക്കി വെച്ചോ, കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത് മൊലസ്കിൽ വരുന്ന ആളാണ്. സോ അതുകൊണ്ട് അതും എന്തായി, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആയി. ഈ സെന്റിപീഡ്, മില്ലിപീഡ്, സ്പൈഡർ, സ്കോർപ്പിയൻ എന്ന് പറയുമ്പോൾ ഇവർ 4 പേരും ഇൻസെക്റ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർ വേറെ ഒരു കൈലോപോഡ എന്നൊക്കെ പറയുന്ന ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് അതും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഹൗസ് ഫ്ലൈ, ബട്ടർഫ്ലൈ, tsetse ഫ്ലൈ, സിൽവർ ഫിഷ്, ഇൻസെക്റ്റ്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കുക. നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവിടെ ആൾക്കാരെ തന്നിട്ടുണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ചെയ്യുക, നമ്മൾ പറ്റിക്കപ്പെടുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്കാണ് പോകുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഈ നോട്ടൊന്നും കാണത്തില്ല കേട്ടോ, എക്സാമിന് ഈ നോട്ടൊന്നും കാണൂല. എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു, കുത്തുന്നു, മാർക്ക് ചെയ്യുന്നു, കഴിഞ്ഞ് പോയി. വീട്ടിൽ പോയിട്ട് യെസ് എനിക്ക് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിരിക്കലായിരിക്കും. പക്ഷെ ആ നോട്ട് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്തു, നെഗറ്റീവ് വീണു. അപ്പോൾ എക്സാമിന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം കൂടി ഇതാണ്. നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, പലതും ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ജസ്റ്റ് നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക മൈൻഡിൽ. ഓക്കെ, നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, അവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ടാണ് ഓപ്ഷൻസിലേക്ക് കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഉണ്ട്, എ മ്യൂസിയം ഹാസ് കളക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ബി എന്താ പറയുന്നത്, കീ ഇസ് എ ടാക്സോണമിക് എയ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെസിമെൻസ്. സി പറയുന്നു ഹെർബേറിയം ഹൗസസ് ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് പ്ലാന്റ് സ്പെസിമെൻസ്. ഡി പറയുന്നു ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഹാവ് കളക്ഷൻ ഓഫ് ലിവിംഗ് പ്ലാന്റ്സ് ഫോർ റെഫറൻസ്. ഇത് 4 നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. എടാ, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയത്. കാരണം ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ നമ്മൾ പലരും പോയിട്ടുണ്ടാവും അല്ലേ. ബൊട്ടാനിക്കൽ ഗാർഡൻസ് നമ്മൾ പലരുടെയും എന്താ പറയുക, നമ്മുടെ നാട്ടിലുണ്ടാവും ചിലപ്പം. നമ്മൾ അല്ലെങ്കിൽ പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത്, ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പോയിട്ടുണ്ടാവും പല ബൊട്ടാനിക്കൽ ഗാർഡൻസിനകത്തും. അവിടെ നിങ്ങൾ എന്താ കാണുക, പേര് തന്നെ ഉണ്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നാണ് പറഞ്ഞത്. ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആണ്. സോ ഒബ്വിയസ്ലി അവിടെ എന്താ ഉണ്ടാവുക, ലിവിങ് പ്ലാന്റ്സ് ആണ് ഉണ്ടാവുക. ഒരു നിങ്ങൾ സുവോളജിക്കൽ പാർക്ക് പോലത്തെ ഒരു ഓപ്പോസിറ്റ് സംഭവമാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. അവിടെ പ്ലാന്റ്സ് ആണ് എന്ത്, ലിവിങ് പ്ലാന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി സിയിലേക്ക് പോകുകയാണെങ്കിൽ ഹെർബേറിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ ഇപ്പോൾ അത്ര ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷേ ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഒരു വലിയ ഷീറ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു വലിയ ഹെർബേറിയം ഷീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഓക്കെ, അതൊരു A4-നേക്കാളും ഒക്കെ നല്ല സൈസ് ഉണ്ടാവും കേട്ടോ. ആ സൈസ് വലിയൊരു ഷീറ്റായിരിക്കും, അത്യാവശ്യം കട്ടിയും ഉണ്ടാവും ഹെർബേറിയം ഷീറ്റ്. നമ്മൾ A4-ൻ്റെ പോലത്തെ അല്ല. പ്രോബബ്ലി ഇവിടെയോ അല്ലെങ്കിൽ പ്രോബ്ലി ഇവിടെയാണ് കൊടുക്കാറ്. ഇവിടെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഈ പ്ലാന്റ് ഇവിടെയുള്ള സ്പെസിമെൻ ഏതാണ്, അത് എവിടെ നിന്ന് കളക്ട് ചെയ്തു, അത് ആര് കളക്ട് ചെയ്തു, അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യാം, കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെയാണ് എന്ത് ചെയ്യുക, സ്പെസിമെൻ വരെ. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെസിമെൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളൊന്ന് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് നോക്ക്. നമ്മൾ ഉണങ്ങാത്ത പ്രസ് ചെയ്യാത്ത ഒരു സാധാ ചെടി കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, എടാ ഫംഗസ് വരില്ലേ. മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഫംഗസ് വരൂലേ, അത് കേടായി പോകത്തില്ലേ, പ്ലാന്റ് കേടായി പോകും. പക്ഷെ നമ്മൾ ഈ പ്ലാന്റ് സൂക്ഷ്മമായി എടുത്തിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്ത് നിങ്ങൾക്കും ചെയ്യാം കേട്ടോ, നിങ്ങൾക്കും ഉണ്ടാക്കാം ഹെർബേറിയം. നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സാധനങ്ങളും ആവശ്യമില്ല. നിങ്ങളൊരു പ്ലാന്റ് പോയിട്ട് കളക്ട് ചെയ്യാം. ഓക്കെ, പ്രിഫറബിളി റൂട്ടും കൂടെ ഉണ്ടെങ്കിൽ, അതായത് ഹെർബേഷ്യസ് സ്പീഷീസ് ഒക്കെ ആണെങ്കിൽ റൂട്ടും കൂടെ ഉണ്ടെങ്കിലാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ന്യൂസ് പേപ്പർ ഇല്ലേ, നിങ്ങളുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ, പഴയ ന്യൂസ് പേപ്പറൊക്കെ, അത് എടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് ഈ പ്ലാന്റ് വെക്കുക. എന്നിട്ട് അത്യാവശ്യം കട്ടിയിലുള്ള ഒരു സ്റ്റാക്ക് പോലെ ന്യൂസ് പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ എന്തെങ്കിലും അരിച്ചാക്കോ അല്ലെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ മേലെ വെക്കുക. ഓക്കെ, സ്റ്റാർട്ടിങ്ങത്തെ ഒരു 3 ദിവസം ഒരു 3 നേരം അല്ലെങ്കിൽ 2 നേരം നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേപ്പർ മാറ്റണം, ന്യൂസ് പേപ്പർ മാറ്റണം. കാരണം എന്താ, ഈ പ്ലാന്റ് നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാന്റിൽ നിന്ന് വെള്ളം എവിടെ ഇറങ്ങി ചെല്ലും, പേപ്പറിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടാവും. സോ അത് എന്ത് ചെയ്യും, ഫംഗസിന് കാരണമാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇതേപോലെ പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുകയും ചെയ്യണം, പേപ്പർ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യണം. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും,
നിങ്ങൾക്ക് ഡെയിലി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല, ആൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ മതിയാവും. അങ്ങനെയൊക്കെ എന്തായാലും നിങ്ങൾ പേപ്പർ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് അതിൽ ഫംഗസ് ഒന്നും വരാതെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും, ഡിപ്പെൻസ് ഓൺ ദ പ്ലാന്റ് സ്പീഷീസ്, എന്ന് സംഭവിച്ചിട്ടുണ്ടാവും, പ്ലാന്റ് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പ്ലാന്റിനെ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെർബേരിയം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതാനുള്ള സ്പേസ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിനാണ് നിങ്ങൾ എന്ത് പറയുന്നത്, ഹെർബേരിയം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സിയും വളരെ ശരിയാണ്. നിങ്ങൾ ഓപ്ഷൻ ബി ഞാൻ കൂടുതൽ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാം കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലേ, സ്പെസിമെൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കീ എന്ന് പറയുന്നത്. അപ്പോൾ ഹെർബേരിയം ആണെങ്കിലും ക്വിക്ക് റെഫറൽ തന്നെയാണ്. പക്ഷേ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരായിരിക്കണോ. എന്താണ്, മ്യൂസിയം ഹാസ് കളക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫ്സ് എന്നാണ് പറഞ്ഞത്. ഫോട്ടോഗ്രാഫ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഫോട്ടോഗ്രാഫ്സ് മാത്രമാണോ? പ്ലാന്റിന്റെ ആനിമൽസിന്റെ ഫോട്ടോഗ്രാഫ് ഉള്ള സ്ഥലമാണ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ. മ്യൂസിയത്തിനെ പറ്റി എല്ലാം നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോടാ, പറഞ്ഞില്ലല്ലോ. അതായത് ഇപ്പം നിങ്ങളെ പറ്റി അയാൾ വരികയാണ്, നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ 10th പാസ്സായ കുട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റി എല്ലാം പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ +2 കഴിഞ്ഞില്ലേ, അപ്പം നിങ്ങളെ പറ്റി അതും കൂടി പറയണ്ടേ? പറയണം. നിങ്ങൾ നീറ്റ് സ്റ്റുഡൻ്റ് അല്ലേ, നീറ്റ് ആസ്പിറൻ്റ് അല്ലേ, അതും കൂടി പറയണ്ടേ? പറയണം. അല്ലാതെ നിങ്ങൾ 5ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റി എല്ലാം പറയുമോ? ഇല്ല. എല്ലാം പറഞ്ഞ പോലെ ആവുമോ? ഒരിക്കലും ഇല്ല. സോ മ്യൂസിയത്തിൽ ഫോട്ടോഗ്രാഫ്സ് മാത്രമല്ല ഉണ്ടാവുക, നിങ്ങൾ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടാവും, അതല്ലാത്ത ഫോസിൽസും സംഭവങ്ങളും പലതും ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് പറയുന്നത് മ്യൂസിയം എന്ന് പറയുന്നത്. സോ ഇവിടെ ഇൻകറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോവാണ്. പ്ലാനേരിയ. അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഈ പ്ലാനേരിയനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോടാ? പ്ലാനേരിയനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പ്ലാനേരിയൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ? പ്ലാറ്റിഹെൽമിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഫ്ലാറ്റ് ഫോം ആണ് പ്ലാനേരിയ എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, പ്ലാനേരിയ എന്ന് കേട്ടാൽ തൊട്ടടുത്ത് സെക്കൻഡിൽ നമ്മുടെ മൈൻഡിൽ വരേണ്ട സാധനമാണ് റീജനറേഷൻ. വേറെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വേറെ ഓപ്ഷൻ നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. കാരണം പ്ലാനേരിയ എന്ന് പറഞ്ഞാൽ റീജനറേഷൻ. നിങ്ങൾക്കറിയാം പ്ലാനേരിയനെ പറ്റി ഒരു വിശേഷണമുണ്ട്. എന്താ വിശേഷണം? ഇമ്മോർട്ടൽ അറ്റ് ദി എഡ്ജ് ഓഫ് എ നൈഫ് എന്നാണ് പ്ലാനേരിയനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇമ്മോർട്ടൽ അറ്റ് ദി എഡ്ജ് ഓഫ് എ നൈഫ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ പോലെ തന്നേ ഉള്ളൂ, ജസ്റ്റ് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നിങ്ങൾ പഠിച്ച് ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട. ഇമ്മോർട്ടൽ അറ്റ് ദി എഡ്ജ് ഓഫ് എ നൈഫ് എന്ന് വെച്ചാൽ എന്താ? ഒരു കത്തീൻ്റെ എഡ്ജിൽ എത്തിക്കഴിഞ്ഞാലും ഇമ്മോർട്ടലാണ്, അതായത് മരണമില്ലാത്തതാണ്. അതായത് എന്താ പറയുക, ഇമ്മോർട്ടൽ എന്ന് വെച്ചാൽ എന്താ, മരണമില്ലാത്തതാണ് എന്നുള്ളൊരു വിശേഷണം ആർക്കുണ്ട്? പ്ലാനേരിയക്ക് ഉണ്ട്. കാരണം എന്താ, അവിടെ പ്ലാനേരിയ നമ്മൾ മുറിച്ചിട്ട് കഴിഞ്ഞാലും പ്ലാനേരിയ റീജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും അത്രയും കഷ്ണങ്ങൾ എന്ത് ചെയ്യും? റീജനറേറ്റ് വരും എന്നുള്ളതാണ് പ്ലാനേരിയൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ പ്ലാനേരിയ പോസസ് ഹൈ കപ്പാസിറ്റി ഓഫ് റീജനറേഷൻ. മറക്കരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മറക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ ക്വസ്റ്റ്യൻ 6 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സയന്റിഫിക് നെയിം ഓഫ് വീറ്റ്? ഓക്കെ, ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ, അതായത് നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഉണ്ടല്ലോ, നമ്മുടെ കാൾ ലിനേഴ്സ് പറഞ്ഞ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ വീറ്റിൻ്റെ ശരിയായ പേര്, അതായത് വീറ്റ് ചോദിക്കും, റൈസ് ചോദിക്കാം, മെയ്സ് ചോദിക്കാം, കുറച്ച് ധാന്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പൾസസും പഠിച്ചു വെച്ചേക്കുക. കുറച്ച് ഇതേപോലത്തെ വളരെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? സയന്റിഫിക് നെയിം പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര ബയോളജി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് NCERT-നകത്തുള്ള എല്ലാ സയന്റിഫിക് നെയിംസും നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. വീറ്റ്, റൈസ്, മെയ്സ്, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറക്കത്ത് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് വളരെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. വീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ട്രിറ്റിക്കം എസ്റ്റിവം ആണ്. ഒറൈസ സെറ്റൈവ എന്താണ്? റൈസ് ആണ്. ഒറൈസ സെറ്റൈവ റൈസ് ആണ്. അതേപോലെ തന്നെ സിയ മെയ്സ് എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്, മെയ്സ് ആണ്. ഓക്കെ, അപ്പോൾ സിയ മെയ്സ് ഒറൈസ സെറ്റൈവ രണ്ടും അല്ല. ഏതാണ്? ട്രിറ്റിക്കം എസ്റ്റിവം ആണ് നമ്മുടെ വീറ്റ് എന്ന് പറയുന്നത്. ട്രിറ്റിക്കം വൾഗാർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ വീറ്റ് എന്നൊക്കെ പറഞ്ഞ വേറൊരു സ്പീഷീസ് ആണ്. ട്രിറ്റിക്കം വൾഗാർ ആണ് പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് ട്രിറ്റിക്കം ഈസ്റ്റിവവും ട്രിറ്റിക്കം ഡെറോ ഒക്കെ ആയത്. ഇനി അത്രയൊന്നും നിങ്ങൾ പോകണ്ട. എന്തായാലും ട്രിറ്റിക്കം ഈസ്റ്റിവോ ആണ് വീറ്റിൻ്റെ സയന്റിഫിക് നെയിം, ബൈനോമിയൽ നോമൻക്ലേച്ചർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മേക്ക് ഷുവർ ചെയ്യുക, അല്ലെങ്കിൽ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ, അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ. ഈ അസേർഷൻ റീസണിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ കുറച്ച് സമയം എടുക്കും. രണ്ടാമത്തേനും ഇപ്പോൾ ABCD ഇവിടെ ഒന്നുമില്ല ഓപ്ഷനകത്ത്, പക്ഷേ ഓപ്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറയും അസേർഷൻ ശരിയാണ്, ഫസ്റ്റ് ഓപ്ഷൻ അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, ആൻഡ് അസേർഷൻ റീസണിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഇതായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്തായിരിക്കും? ചിലപ്പം അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ് എന്നുള്ള ഓപ്ഷൻ വരാം. പിന്നെ എന്ത് വരും? അസേർഷൻ തെറ്റാണ്, റീസൺ തെറ്റാണ്.
ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാം. പിന്നെന്ത് വരും? അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷെ അസേർഷൻ റീസണിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അസേർഷൻ വേറെ എന്തോ ആണ്, റീസൺ വേറെ എന്തോ ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരിക. ഇത് ഇങ്ങനെയാണോ ഉണ്ടാവുക? അല്ല, ഫുൾ സെന്റൻസിലാണ് ഉണ്ടാവുക. സോ നിങ്ങൾ അത് എന്ത് ചെയ്യണം? അത് മൊത്തം വായിക്കണം. അപ്പോൾ ഇതും വായിച്ച് അതും വായിച്ച് എല്ലാം കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതാണ് അസേർഷൻ റീസണിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സോ എന്താ ചെയ്യുക? എങ്ങനെ നമ്മളത് മറികടക്കുക? വേഗം വായിക്കുക, ക്വസ്റ്റ്യൻ വേഗം വായിക്കുക. അസേർഷൻ ആൻഡ് റീസൺ കുറച്ച് സമയം എടുത്ത് വായിച്ചാലും ഓപ്ഷൻസ് വേഗം വായിച്ചു പോവുക. ഓക്കെ. കോൺഷ്യസ്നെസ് ഇസ് കൺസിഡേർഡ് ആസ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. കോൺഷ്യസ്നെസ് ഓക്കെ ഒരു നമ്മുടെ അവയർനെസ്, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിനോടുള്ള അവയർനെസ്, എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലായി, എൻവയോൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സ്റ്റിമുലായി കിട്ടിയ അതിനോടുള്ള റെസ്പോൺസ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അത് ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കുന്നുണ്ടെന്നാണ് അസേർഷൻ പറയുന്നത്. റീസൺ എന്താ പറയുന്നത്? ഓൾ ഓർഗാനിസംസ് ഫ്രം പ്രൊകാരിയോട്സ് ടു മോസ്റ്റ് കോംപ്ലക്സ് യൂകാരിയോട്സ് ക്യാൻ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു എൻവിറോൺമെന്റൽ സ്റ്റിമുലായി എന്നുള്ളതാണ് റീസൺ എന്ന് പറയുന്നത്. അതായത് എല്ലാ പ്രൊകാരിയോട്സ് ആണെങ്കിലും യൂകാരിയോട്സ് ആണെങ്കിലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മളെപ്പോലത്തെ ഓർഗാനിസംസ് ആണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ കിട്ടുന്ന സ്റ്റിമുലൈനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് എന്ത് പറയുന്നത്? റീസൺ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അഥവാ കോൺഷ്യസ്നെസ്സിന് പകരം സെൽഫ് കോൺഷ്യസ്നെസ് വന്നിരുന്നു എന്ന് വിചാരിച്ചോ, ഈ വേർഡ് വന്നാൽ ഈ ക്വസ്റ്റ്യൻ മൊത്തം മാറി. ഈ സെൽഫ് എന്ന് പറഞ്ഞ വേർഡ് വന്നാൽ ഈ ക്വസ്റ്റ്യൻ മൊത്തം മാറി. സെൽഫ് കോൺഷ്യസ്നെസ് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മാത്രമുള്ള സാധനമാണ്. സ്വബോധം, അതായത് നമ്മൾ എന്താണെന്നുള്ള അവയർനെസ്, ചുറ്റുമുള്ള എൻവയോൺമെന്റിന്റെ അവയർനെസ് നമുക്കുണ്ട് അല്ലെ. നമ്മളിപ്പം ചുറ്റുമുള്ള എൻവയോൺമെന്റ്, ഇപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ നിങ്ങൾ കണ്ടു കുത്താൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അത് പുറത്തുനിന്ന് വരുന്ന സ്റ്റിമുലിയാണ്, നിങ്ങൾ ബ്ലോക്ക് ചെയ്യും. അത് കൂടാതെ സ്വന്തം രാത്രി കിടന്ന് ഓവർ തിങ്ക് ചെയ്ത് ബ്ലെയിം ചെയ്ത് കുറ്റം പറഞ്ഞ് നിങ്ങളെ മൊത്തം പ്രശ്നം ഉണ്ടാക്കി ഡിപ്രഷൻ അടിക്കാനും അവർക്ക് പറ്റും, നമുക്ക് പറ്റും. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഷ്യസ്നെസ് ആണെങ്കിലും സെൽഫ് കോൺഷ്യസ്നെസ് ആണെങ്കിലും രണ്ടുമുള്ള ഒരേ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് ആരാണ്? ഹ്യൂമൻസ് ആണ്. ഓക്കെ. അതിന്റെ അഹങ്കാരമൊക്കെ കുറച്ച് നമുക്ക് ഉണ്ടെന്ന് കൂട്ടിക്കും. അപ്പോൾ ഇവിടെ സെൽഫ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാറി. പക്ഷെ ഇവിടെ എന്താ വന്നത്? കോൺഷ്യസ്നെസ് മാത്രമേ വന്നിട്ടുള്ളൂ, ഇവിടെ സെൽഫ് എന്നുള്ള വേർഡ് വന്നിട്ടില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, കോൺഷ്യസ്നെസ് അതായത് നമ്മുടെ എൻവയോൺമെന്റിനോടുള്ള അവയർനെസ്, അത് പ്രോകാരിയോട്സ് ആവട്ടെ യൂകാരിയോട്സ് ആവട്ടെ ആരോ ആവട്ടെ അത് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് ലിവിങ് ഓർഗാനിസത്തിന്റെ കേട്ടോ, നമ്മൾ കാറ്റിനും എയറിനും കടലിനും ഒന്നും ആ സാധനം ഇല്ല, ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ കോൺഷ്യസ്നെസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവിങ് ഓർഗാനിസത്തിന് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോൺഷ്യസ്നെസ്സിനെ കണക്കാക്കും. സോ സത്യം പറയുകയാണെങ്കിൽ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. ഓക്കെ. അപ്പം നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം? ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്താ? അസേർഷൻ ശരിയാണ്, റീസണും ശരിയാണ്. അസേർഷൻ റീസണിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. അസേർഷൻ റീസണിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇവിടെ നോക്കുവാണെങ്കിൽ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയത് എന്തുകൊണ്ടാണ്? പ്രൊകാരിയോട്സിനും യൂകാരിയോട്സിനും എല്ലാവർക്കും അതില്ലേ, എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും അതില്ലേ. അതുകൊണ്ട് അതിന് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വിളിച്ചൂടെ? വിളിക്കാം. സോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ആണ്, രണ്ടും ശരിയുമാണ്. ഇങ്ങനെ വേണം നിങ്ങൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ? നോക്കിക്കാണാൻ. ഓക്കെ. കുറച്ചും കൂടെ വേഗത്തിൽ നോക്കിക്കാണാൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണോ ഞാൻ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റിനൊന്നും വേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാം. കോൺഷ്യസ്നെസ് ഇസ് കൺസിഡേർഡ് ആസ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ. ഓൾ ഓർഗാനിസം ഡൺ, കഴിഞ്ഞ്. ഇത്ര ടൈം എടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ടൈം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചിന്തിക്കാനോ എടുക്കാനോ പാടില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. Nomenclature is governed by certain universal rules. Okay. Which one of the following is contrary? Contrary എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റൂൾസിനെ ഫോളോ ചെയ്യാത്തത് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. Contrary to the rules. Okay. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറയില്ലേ, പറഞ്ഞതിന് തന്നെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതിനോട് മറ്റേതെന്തായി? കോൺട്രഡിക്റ്റ് ചെയ്തു. അപ്പം ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെന്റ്സ് ദ ജീനസ് നെയിം. വളരെ ശരിയല്ലേ? ഫസ്റ്റ് വേർഡ് ജീനസ് നെയിമും സെക്കൻഡ് വേർഡ് സ്പീഷീസ് എപ്പിത്തറ്റും ആണ്. സോ പറയുവാണെങ്കിൽ ഓപ്ഷൻ എ എന്താണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ദ നെയിംസ് ആർ റിട്ടൺ ഇൻ ലാറ്റിൻ. വളരെ ശരിയല്ലേ? ലാറ്റിനിലല്ലേ നമ്മൾ സയന്റിഫിക് നെയിംസ് എഴുതാറ്? മലയാളത്തിലാണോ എഴുതാറ്? അല്ല, ലാറ്റിൻ ആണ്. ലാംഗ്വേജ് എന്താണ്? നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതാറെങ്കിൽ കൂടെ ദാറ്റ് ലാംഗ്വേജ് ഇസ് ലാറ്റിൻ. ലാറ്റിനിൽ മാത്രമേ നമ്മൾ സയന്റിഫിക് നെയിം എഴുതുള്ളൂ, വേറെ ഒരു ലാംഗ്വേജിലും സയന്റിഫിക് നെയിം അക്സെപ്റ്റബിൾ അല്ല കേട്ടോ. ആൻഡ് ആർ ഇറ്റാലിസൈസ്ഡ്. പ്രിന്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റാലിസൈസ്ഡ് ആയിരിക്കും. വെൻ റിട്ടൺ ബൈ ഹാൻഡ്, കൈകൊണ്ട് എഴുതുമ്പം ദ നെയിംസ് ആർ ടു ബി അണ്ടർലൈൻഡ് ആൻഡ് അണ്ടർലൈൻഡ് സെപ്പറേറ്റ്ലി. ഇതിവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ,
That doesn't make much of a difference. But anyways, separately underline ചെയ്യണം. Biological names can be written in any language. ഇത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം എന്താണ്, എല്ലാ ലാംഗ്വേജിലും എഴുതാൻ പറ്റത്തില്ല. എന്തിലേ എഴുതാൻ പറ്റുള്ളൂ? ലാറ്റിനിലേ എഴുതാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കോൺട്രറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലേക്ക് പോകണമെങ്കിൽ ക്വസ്റ്റൻ നമ്പർ 9 ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റൻസ് നിങ്ങൾ നീറ്റിലെ ക്വസ്റ്റൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് സോൾവ് ചെയ്യാൻ ഞാൻ ഏറ്റവും ഈസി ആയിട്ട് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെ കണ്ടുപിടിക്കുക ഫസ്റ്റ്. ഇവിടെ ഏത് കൊച്ചിനും ഇപ്പോൾ ഫാമിലി അറിയില്ലെങ്കിലും ഓർഡർ അറിയില്ലെങ്കിലും ക്ലാസ് അറിയില്ലെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കും ഫൈലം. കാരണം കിങ്ഡം എനിമേലിൽ ഓൾമോസ്റ്റ് എല്ലാ ഫൈലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫൈലം എന്ന് പറയുന്ന സംഭവം, എടാ നമ്മുടെ ഫൈലല്ലേ സ്പോഞ്ചസ് മുതൽ സിലിണ്ടറേറ്റ പ്ലാറ്റി ഹെൽമിന്തസ് ആഷൽ മിന്തസ് അന്നലിഡ ആർത്രോപോഡ മൊലസ്ക് എക്കനോഡർമേറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹെമി കൊടച്ച ഞങ്ങൾ പഠിച്ചു പോയ ഫൈലംസ്. ആ ഫൈലത്തിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ കാണുന്നുണ്ടോ? ദേ ആർത്രോപോഡ, നിങ്ങളെ ഇൻസെക്റ്റിന്റെ ഫൈലം, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫൈലംസ് അല്ലേ, അതെവിടെ കാണുന്നുണ്ട്? ഇവിടെ കാണുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഡി എന്തായി 2 ആയില്ലേ. ഇനി D2 ആവുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഓപ്ഷൻസിനോട് ചോദിക്കാം. ഇവിടെ D2 ആണോ? അല്ല, ഇത് എലിമിനേറ്റ് ആയി. ഇവിടെ D2 ആണോ? അതെ, ഇൻ കൺസിഡറേഷൻ. D2 ആണോ? അല്ല, എന്ത് സംഭവിച്ചു? എലിമിനേറ്റ് ആയി. ഇവിടെ D2 ആണോ? അല്ല, എലിമിനേറ്റ് ആയി. അപ്പൊ പിന്നെ ആകെ ഒരൊറ്റ ഓപ്ഷനെ ബാക്കിയുള്ളൂ. ഏതായത്? A3 B1 C4 D2. ഓക്കെ, ഓപ്ഷൻ സി. A3 എന്ന് പറയുന്നത് ഫാമിലി മസ്കിഡേ, അതായത് സിമ്പിൾ ആണ്. മസ്കിഡേ ഈ സാധനം. ഓക്കെ, ഈ സാധനം പൊതുവെ എന്താണ്? ഫാമിലിയെ സൂചിപ്പിക്കുന്നതാണ്. ഫാബേസിയെ, സൊളനേസിയെ, മസ്കിഡേ എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, പിന്നെ ഓർഡർ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡിപ്റ്ററി ആണ് ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ക്ലാസ് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻസെക്റ്റ് ആണ് ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നും വേണ്ട, ഫൈലം മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഈ ആൻസർ കിട്ടി. അതിന് ശേഷമുള്ള മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം എക്സാം ഹാളിൽ വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതുകൊണ്ട് ചെയ്തതാണ്. അത് എന്തായിട്ട് നമ്മൾ നോക്കുകയാണ് എക്സാം ഹാളിൽ എങ്ങനെ ചെയ്യും? ഫൈലം ആർത്രോപോഡ D2, ഇതിൽ D2 ഇല്ല, ഇതിൽ D2 ഇല്ല, ഇതിൽ D2 ഇല്ല. സോ ഓപ്ഷൻ സി മാർക്ക് ചെയ്തു, കുത്തി പോയി. അത്രയേ ഉള്ളൂ. മാച്ച് ദ ഫോളോയിങ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. മാച്ച് ദ ഫോളോയിങ് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മാച്ച് ചെയ്ത് ഓപ്ഷൻസിലേക്ക് വരിക. അഥവാ നമുക്ക് റിപ്പീറ്റേഷൻ വരുവാണെങ്കിൽ രണ്ടെണ്ണം ഒന്നുകൂടെ മാച്ച് ചെയ്ത് ഓപ്ഷൻസിലേക്ക് വരിക. അതാണ് 4 മാച്ച് ചെയ്തതിന് ശേഷം ഓപ്ഷൻ നോക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് ചെയ്യേണ്ടത്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റനിലേക്കാണ് പോകുന്നത്. എന്താ ലാസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്? സ്റ്റഡി ദ 4 സ്റ്റേറ്റ്മെന്റ്സ്. 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. ഗിവൺ ബിലോ ആൻഡ് സെലക്ട് ദ 2 കറക്റ്റ് വൺസ് ആണ്. ശരിയായതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പൊതുവേ സിമ്പിൾ ആയിരിക്കും. നമ്മൾ ഫാക്ട് ബേസ്ഡ് ആയിരിക്കും, ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കും. NCERT വായിച്ച ഒരാൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന സാധനമായിരിക്കും. Definition of biological species was given by Ernest Mayr. Option A. Photoperiod does not affect reproduction in plants. Binomial nomenclature system was given by R.H. Whittaker. In unicellular organisms, reproduction is synonymous with growth. ഇതിൽ ഏത് കൊച്ചിനും അറിയാം ബൈനോമിയൽ നോമെൻക്ലേച്ചർ പറഞ്ഞത് R.H. Whittaker അല്ല, പകരം ആരാണ്? കാൾ ലിനേസ് ആണ്. സോ എന്തായാലും ഓപ്ഷൻ സി കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ സി വരുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ 2 ഓപ്ഷൻ അല്ലേ ബാക്കിയുള്ളൂ. ഓക്കെ, ഇവിടെ കോഡീശ്വരം കളിയേ പറ്റുള്ളൂ. നമ്മൾ ഫോൺ ഫ്രണ്ടിന് പകരം നമ്മളെ തന്നെ വിളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാനാണ്? എലിമിനേറ്റ് ചെയ്യിപ്പിക്കുക. ആ ഒരു വഴിയേ നടക്കുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ഏതാണ് തെറ്റ് കണ്ടുപിടിച്ചാലും മതി. നിങ്ങൾ ശരി കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് കണ്ടുപിടിച്ചോ, ബാക്കിയുള്ള 2 ശരിയായിരിക്കുമല്ലോ. ഇവിടെ തെറ്റുള്ളത് ഏതാ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത് ഈ ഡസ് നോട്ട് തെറ്റാണ്. ഫോട്ടോ പീരീഡ് റീപ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യും. ഫോട്ടോ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ഡേൻ്റെ, നമ്മുടെ ദിനം, ഓക്കെ, ഡേ ടൈമിൻ്റെ എന്താ ലെങ്ത്തിനെയാണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. ഡേ ടൈമും നൈറ്റ് ടൈമും കൂടെ റെസ്പെക്റ്റീവ് ലെങ്ത്തിനെയാണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ സീസണൽ ബ്രീഡേഴ്സിൽ എക്സ്ട്രാ നോളജ് ആണ്. ഫോട്ടോ പീരീഡ് എന്ന് പറയുന്ന സമയത്ത് ഡേൻ്റെ, അതായത് മെയിൻലി മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ നിങ്ങൾക്ക് അറിയില്ലേ? മെലറ്റോണിൻ എന്ന് പറയുന്ന സാധനം നൈറ്റ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? സെക്രേറ്റ് ചെയ്യുന്നത്. സോ ഡേൻ്റെ ഇത് മാറുന്നതിനനുസരിച്ച്, ടൈം പീരീഡ് മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സിംപ്ലി സെയിങ് ഫോട്ടോ പീരീഡ് മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? മെലറ്റോണിൻ്റെ സെക്രീഷൻ എന്ത് ചെയ്യും? കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. മെലറ്റോണിൻ്റെ സെക്രീഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ മറ്റൊരു ഹോർമോൺ ഉണ്ട്, അത് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. ഈ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? ഗൊണാഡ്സ് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. ഗൊണാഡ്സിൻ്റെ ആക്ഷൻ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. കാരണം ഗൊണാഡ്സിൻ്റെ ആക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊലാക്റ്റിനെ ആര് ഇൻഹിബിറ്റ് ചെയ്യും? മെലറ്റോണിൻ ഇൻഹിബിറ്റ് ചെയ്യും. മെലറ്റോണിൻ എപ്പോൾ കൂടുക? രാത്രി സമയം കൂടുമ്പോൾ. ഷോർട്ട് ഡേ ആവുന്ന സമയത്ത് മെലറ്റോണിൻ, ചില പ്ലാന്റ്സിൽ ഓർഗാനിസിൽ ഇങ്ങനെയാണ്. അപ്പം 2 രീതിയിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഷോർട്ട് ഡേ പ്ലാന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ഡേ ഓർഗാനിസംസ് ഉണ്ട്, ലോങ് ഡേ ഓർഗാനിസംസ് ഉണ്ട്. ഏതിൽ? റീപ്രൊഡക്ഷൻ കേട്ടോ, സീസണൽ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? റീപ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യുന്ന ചെയ്യും. അപ്പം ബിയും തെറ്റാണ്. സോ ബി വരുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ എ മാത്രമാണ് ബാക്കി. എന്താ പറയുന്നത്? എയും ഡിയും ശരിയാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എലിമിനേഷൻ വഴി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
കവർ ചെയ്ത് പോകട്ടോ. ഏത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണെങ്കിലും ഓപ്ഷൻ എലിമിനേഷൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. കോടീശ്വരം കളിക്കുക, അത്രയേ ഉള്ളൂ. സിംപ്ലി പറഞ്ഞാൽ കോടീശ്വരം കളിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കോടീശ്വരം കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കാൻ പറ്റും. ശുഭരാത്രി അവസാനം ഗുഡ് നൈറ്റ്, എന്തായിരുന്നു അത്, ഗുഡ് നൈറ്റ് ശുഭരാത്രി സംഭവം ഉണ്ടല്ലോ, സുഖനിദ്ര ശുഭനിദ്ര, ദേ പോയി ഇതാ വന്നു. ബൈ.